Gearbox actually nice. Hello everybody, welcome back to the channel, welcome back to another video. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവ 42FJ, ദ ലേറ്റസ്റ്റ് ലോഞ്ച് ഫ്രം ജാവ. അപ്പോൾ അതിനൊരു ഷോർട്ട് റൈഡ് റിവ്യൂ ആണ്. അധികമൊന്നും ഞാൻ ഈ ബൈക്ക് ഓടിച്ചിട്ടില്ല. സിറ്റി കൂടെ കുറച്ച് ഓടിച്ചു, കുറച്ച് ഹൈവേ കൂടെ ഓടിച്ചു, കുറച്ച് ഓഫ് റോഡ് ചെയ്തു, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാം കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഷോർട്ട് റൈഡ് റിവ്യൂ ആയിട്ടൊക്കെ നിങ്ങൾക്ക് കാണാം ഈ ഒരു വീഡിയോനെ. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. അതിന് മുന്നായിട്ട് തന്നെ ഇതെന്ന് പറയുന്നത് 42 സീരീസിലെ മൂന്നാമത്തെ ബൈക്കാണ്. മൂന്നാമത്തെ ബൈക്കെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ട് ജാവയുടെയും എസ് ടിയുടെയും മൊത്തത്തിലുള്ള മോഡൽസിനെ വെച്ച് നോക്കുമ്പോൾ. 42 സീരീസിൽ ആക്ച്വലി ഞാൻ പറഞ്ഞു 3 ബൈക്കാണുള്ളത്. ഒരെണ്ണം നോർമൽ 42, അതൊരു 300cc ബൈക്കാണ്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ജാവ 42 ബോബർ. ആൻഡ് ഏറ്റവും പുതിയ ബൈക്കാണ് 42 സീരീസിലെ 42FJ എന്ന് പറയുന്നത്. FJ ആക്ച്വലി FJയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഈ ഒരു കമ്പനിയുടെ ഫൗണ്ടറിൻ്റെ പേരാണ്. ആ പേര് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഞാൻ പറഞ്ഞതിനെ അലമ്പാക്കുന്നില്ല. അപ്പോൾ അതാണ് ഈ ഒരു വണ്ടി. 42നെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിനൊരു 350cc എഞ്ചിനാണുള്ളത്. നമ്മുടെ ജാവ പെറാക്കിലും അതുപോലെ തന്നെ ജാവ 350 കണ്ട എഞ്ചിനാണ്. പക്ഷേ ജാവ 350 അതൊരു ഡീറ്റ്യൂൺഡ് എഞ്ചിനാണ്. 21 ഹോഴ്സസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഏതാണ്ട് 29.1 bhpയും ഏതാണ്ട് 29.5 or 6 Nm ഓഫ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ബൈക്കാണ്. 30 bhp 30 Nm ഓഫ് ടോർക്ക് എന്ന് പറയുന്നത് ഭയങ്കര യൂസബിളായിട്ട് നമുക്ക് കിട്ടും. കൂടുതലും ലോ ടു മിഡ് എൻഡിലാണ് ഇതിൻ്റെ പവർ ഇരിക്കുന്നത്. ഒരു രക്ഷയില്ല ഓടിക്കാനായിട്ട്. ഭയങ്കരമായിട്ട് ചാടി നിൽക്കുന്നൊരു മോട്ടോർ സൈക്കിളാണ്. ആൻഡ് വെയിറ്റ് വരുന്നത് ഏതാണ്ട് ഒരു 182 സംതിങ് kgs എന്തോ ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു സ്പെക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ. ലുക്സ് ആക്ച്വലി ഒരു രക്ഷയില്ല. നമ്മുടെ നോർമൽ 42നെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചധികം ഡിസൈൻ എലമെൻറ്റ്സ് ഈ ഒരു ബൈക്കിലുണ്ട്. ഫസ്റ്റ് തിങ് നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ പോകുന്നത് ടാങ്കാണ്. ടാങ്കിൽ നമുക്ക് ആക്ച്വലി ഇവിടെ ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഇൻസേർട്ട് കാണാൻ പറ്റും. അതിൽ 42 എന്ന് എഴുതിയിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട് സൈഡിൽ നിന്ന് ഇത് കാണാനായിട്ട്. ആൻഡ് ഫ്രണ്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 320mm ഡിസ്ക് കാണാൻ പറ്റും. ആൻഡ് ഡുവൽ ചാനൽ ABS ഉണ്ട് ഈ ഒരു ബൈക്കിന്. അതും ലോവർ വേരിയൻ്റ് തൊട്ട് തന്നെ ഉണ്ട്. ഇതിന് ആക്ച്വലി ഒരു 5ഓളം വേരിയൻസ് ഉണ്ട്. അതായത് ഏറ്റവും ബേസ് വേരിയൻറ്റിന് നമുക്ക് സ്പോക്ക് വീൽസ് ആണ് വരുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി സ്പോക്ക് വീൽസ് ആണ്. അത് കാണാനാണ് ആക്ച്വലി കുറച്ചുകൂടെ ഭംഗി. പക്ഷെ അതിനും സ്റ്റാൻഡേർഡായിട്ട് തന്നെ നമുക്കൊരു ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. അങ്ങനെ ഒരു 5ഓളം വേരിയൻ്റ് ഉണ്ട്. ബേസ് റേഞ്ചിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്ട് ഒരു 1.99 lakhs തൊട്ട് 2.29 lakhs വരെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് പോകുന്നത്. എനിക്ക് ആക്ച്വലി എൻ്റെ സ്പോക്ക് വീൽസ് വേരിയൻ്റാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ ഷോറൂമിൽ നിന്നാണ് ആക്ച്വലി ഈ ഒരു ബൈക്ക് ടെസ്റ്റ് റൈഡ് ചെയ്യുന്നത്. ഞാൻ അവിടെ ചോദിച്ചു എനിക്ക് ബേസ് വേരിയൻറ്റ് കിട്ടുമെന്ന്. പക്ഷേ ബേസ് വേരിയൻ്റ് അവിടെ ഇല്ല. അപ്പോൾ അതാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ള സംഭവം. എഞ്ചിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽഫ 2 സീരീസിൽ വരുന്ന എഞ്ചിനാണ്. 350cc ആണ്. 335cc ടു ബി എക്സാക്ട്. ഞാൻ പറഞ്ഞു പവറും ടോർക്കും ഒക്കെ. ആൻഡ് നമുക്ക് ആ ഒരു ഡുവൽ എക്സോസ്റ്റ് കാണാൻ പറ്റും. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഓഫ് കോഴ്സ് ലിക്വിഡ് കൂൾഡ് ആണ് വണ്ടി. സോ ഞാൻ കൂടുതലും ഓടിച്ചത് സിറ്റിയിലാണ്. അതായത് ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു വണ്ടി എടുത്ത് ഓടിച്ചുകൊണ്ടിരുന്നത്. ഹീറ്റിംഗ് എനിക്ക് അധികം ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഹീറ്റ് മാനേജ്മെൻറ്റ് ഭയങ്കര നൈസാണ്. പിന്നെ പ്രീവിയസ് ജനറേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടയറിൻ്റെ സൈസ് കൂടിയിട്ടുണ്ട്. ബാക്കിലിപ്പോൾ നമുക്ക് വരുന്നത് 140 സെക്ഷൻ്റെ ടയറും ഫ്രണ്ടിൽ 100 സെക്ഷൻ്റെ ടയറുമാണ് വരുന്നത്. 18 ഇഞ്ചാണ് രണ്ടും. ട്യൂബ്ലെസ് ആണ്. ആൻഡ് വേറൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് എക്സോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചൊന്ന് പൊക്കിയിട്ടുണ്ട്. ഒരു അപ്സെപ്റ്റ് എക്സോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കോർണർ ചെയ്യുന്ന സമയത്തും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. മുന്നത്തെ ജനറേഷൻ ആക്ച്വലി ആൾക്കാർ ഏറ്റവും കൂടുതൽ പറഞ്ഞ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൻ്റെ സൈലൻസർ തറയിൽ തട്ടും എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ആ ഒരു പ്രശ്നമില്ല. ആൻഡ് മീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓഫ്സെറ്റ് മീറ്ററാണ് വരുന്നത്. കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. അതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഫ്യൂൽ ടാങ്കും ഒരു ഓഫ്സെറ്റ് ഫ്യൂൽ ടാങ്കാണ്. അതിൻ്റെ സൈഡിലും നമുക്ക് ഈ ഒരു സംഭവം കാണാൻ പറ്റും. 42 എന്ന് അവിടെയും എഴുതിയിട്ടുണ്ട്. മൊത്തത്തിൽ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ല കാണാനായിട്ട്. ഒരു നോർമൽ ഒരു ക്ലാസിക് ബൈക്കിൽ നിന്ന് കുറച്ചുകൂടെയൊക്കെ ഒരു വെറൈറ്റി നമുക്ക് കാണാൻ പറ്റും മൊത്തത്തിൽ എല്ലായിടത്തും. ആൻഡ് ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ LED ആണ്. ഈ വണ്ടിയുടെ മൊത്തം ലൈറ്റിംഗ് സെറ്റപ്പ് LED ആണ്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇൻഡിക്കേറ്റേഴ്സും LED ആണ്. ആൻഡ് ഹെഡ്ലൈറ്റിൽ
നമുക്ക് ചെറുതായിട്ട് 42-ൻ്റെ ഒരു ലോഗോ കാണാൻ പറ്റും. പക്ഷേ FJ എന്നൊന്നും ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ആൻഡ് ടെയിൽ ലൈറ്റ് വലിയ ചേഞ്ചസ് ഒന്നുമില്ല, പഴയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അവിടെയും LED ആണ് മൊത്തത്തിൽ. ആൻഡ് സീറ്റിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അവിടെയും നമുക്ക് ഈ ജാവയുടെ ലോഗോ കാണാൻ പറ്റും. അറ്റൻഷൻ ടു ഡീറ്റെയിൽ നല്ല രസമുണ്ട്. ആൻഡ് ഇരിക്കാനും കംഫർട്ടബിൾ ആണ്. ആക്ച്വലി ഭയങ്കര കുഷൻഡാണ് സീറ്റ്. ആൻഡ് നല്ല സീറ്റ് റൂമും ഉണ്ട്. റൈഡറിനും അത്യാവശ്യം സൈസുള്ള പില്ലിയനും ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സീറ്റാണ്. എനിക്കൊരു പ്രോബ്ലമായിട്ട് തോന്നിയത് ആക്ച്വലി ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഓൺ പേപ്പേഴ്സ് ഒരു 178 mm ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസേ ഉള്ളൂ. അത്യാവശ്യം കുറവാണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് വലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് പ്രോബ്ലം ഒന്നും ഫീൽ ചെയ്തില്ല. കുഴപ്പമില്ലാതെ തന്നെ പോയി. നമ്മൾ പില്ലിനെയൊക്കെ ഇരുത്തിയിട്ട് അത്യാവശ്യം നല്ല സൈസുള്ള ഹമ്പൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അടി തട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ ഓടിച്ചത് വരെയും എനിക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ തോന്നിയില്ല. ആൻഡ് ഗിയർ ബോക്സിനെ കുറിച്ച് എടുത്തു പറയണം. ഓക്കെ, ഇത് ആക്ച്വലി പണി നടക്കുന്ന ഒരു ഹൈവേ ആണ്. ഞാനിപ്പോൾ ഉള്ളത് കന്യാകുമാരിയിലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വണ്ടികൾ പാസ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. ചെറിയൊരു ഡിസ്റ്റർബൻസ് ആണ് എനിക്കറിയാം. എന്നാലും പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. ഗിയർ ബോക്സ് ആക്ച്വലി 6 സ്പീഡാണ്. സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്. ഭയങ്കര കംഫർട്ടബിളാണ് യൂസ് ചെയ്യാൻ. ഭയങ്കര സ്ലിക്കാണ്. ഈ ഒരു ഫാൾസ് ന്യൂട്രലോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് വന്നില്ല. ഭയങ്കര കംഫർട്ടബിളായിട്ടാണ് ഞാൻ ഇത്രയും ദൂരം ഈ ഒരു ബൈക്കിൻ്റെ ഗിയർ ബോക്സിന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മീറ്റർ നോക്കാം. മീറ്ററിൽ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒരു ഓഫ്സെറ്റ് മീറ്ററാണ്. നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യത്തിന് വാർണിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ സ്പീഡോമീറ്റർ കാണാം. ട്രിപ്പ് ബി കാണാൻ പറ്റും. പിന്നെ താഴെ ഫ്യൂൽ ഗേജ്, ടൈം, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ മറ്റൊരു കാര്യം. അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് മീറ്ററിൽ കാണാൻ പറ്റും. ആൻഡ് സ്വിച്ച് ഗിയേഴ്സിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഈ മീറ്ററിനകത്ത് കൂടെ ടോഗിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചസ് കാണാൻ പറ്റും. ഹെഡ്ലൈറ്റിൻ്റെ ഡിം ബ്രൈറ്റ് പാസ് സ്വിച്ച് ഇവിടെയാണ്. ഇൻഡിക്കേറ്റർ, ഹോൺ. ആൻഡ് നമുക്ക് ബൈ സ്റ്റോക്ക് തന്നെ ഒരു കോഷൻ ലാമ്പ് വരുന്നുണ്ട്, വിച്ച് ഈസ് ഓൾസോ ഗുഡ്. അപ്പോൾ അതൊക്കെയാണ് മൊത്തത്തിൽ ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് വൈസ് നോക്കുമ്പോൾ കാണാൻ പറ്റുക. മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്ലാസിക് ബൈക്ക് എന്ന് പറയുമ്പോൾ അതിനൊരു ടെംപ്ലേറ്റ് ഡിസൈൻ ഉണ്ട്. അതായത് ഒരു ടിയർ ഡ്രോപ്പ് ടാങ്കും ഒരു ബെഞ്ച് സീറ്റും ഒരു റൗണ്ട് ഹെഡ്ലൈറ്റും ഒക്കെ. അപ്പോൾ എല്ലാ ബ്രാൻഡ്സും ഒരു റെട്രോ മോഡൽ ലോഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു ടെംപ്ലേറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് ജാവ അവർക്ക് എന്തൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലെ ഈ ഒരു അലൂമിനിയം സംഭവം. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ക്ലാമ്പ് ആക്ച്വലി അതും വേറൊരു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇതൊരു അലൂമിനിയം കൈൻഡ് ഓഫ് ഒരു സാധനമാണ്. ലുക്ക് സോ ഗുഡ്. ആൻഡ് സസ്പെൻഷനെ കുറിച്ച് എടുത്തു പറയണം. 41 mm സസ്പെൻഷനാണ് ഫ്രണ്ടിൽ. ബാക്കിൽ നമുക്ക് ഡബിൾ ഷോക്കാണ് വരുന്നത്. അതും ഭയങ്കര കംഫർട്ടബിളാണ്. ഭയങ്കര സോഫ്റ്റ് സൈഡിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ബമ്പും പോട്ട് ഹോൾസിലൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഓൾറെഡി സീറ്റ് സോഫ്റ്റാണ്. അതിൻ്റെ ഇടയിൽ കൂടെ സസ്പെൻഷൻ സോഫ്റ്റാണ്. സോ വലിയ രീതിയിൽ ബുദ്ധിമുട്ടൊന്നും നമുക്ക് സീറ്റിലോ കാര്യങ്ങളിലോ ഒന്നും അറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. ആൻഡ് വൈബ്രേഷനും ഇല്ല. അതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ആൻഡ് ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ആക്ച്വലി മോജോന്ന് ഡിറൈവ് ചെയ്ത എഞ്ചിനാണ്. പിന്നെ ഞാൻ വണ്ടി കയറി ഇപ്പോൾ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സീറ്റ് ഹൈറ്റിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. ഭയങ്കര സീറ്റ് ഹൈറ്റ് കുറഞ്ഞൊരു വണ്ടിയാണിത്. 780 mm മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. അതാണ് എനിക്ക് ജാവയിലും STയിലും ഒക്കെ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം. എല്ലാ കൈൻഡ് ഓഫ് റൈഡേഴ്സിനും കൺസിഡറേഷൻ കൊടുത്തിട്ടാണ് ആക്ച്വലി ഈ ഒരു ബൈക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഏത് ഹൈറ്റിലുള്ള ആൾക്കാർക്കും ഈ ഒരു ബൈക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാം. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഭയങ്കര താഴ്ന്നിട്ടാണ് സീറ്റ് ഇരിക്കുന്നത്. എനിക്ക് ആക്ച്വലി പ്ലാന്റഡ് ഫൂട്ടല്ല, ഞാൻ ചെയറിലിരിക്കുന്ന പോലെ ആക്ച്വലി കയറിയിരിക്കുന്ന സമയത്ത് ഈ ഒരു ബൈക്കിൻ്റെ മുകളിൽ ഇരിക്കുന്നത്. ലിറ്ററലി ഞാൻ കാണിച്ചു തരാം. ഞാനൊരു പക്ക ചെയറിലിരിക്കുന്ന ഫീലാണ് എനിക്ക്. അത്രയും കംഫർട്ടബിളാണ് സീറ്റ് എന്ന് പറയുന്നത്. പിന്നെ വലിയ ക്രാംപ്ഡ് ഫീലൊന്നുമില്ല കേട്ടോ. എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഒരു 183 cm ഹൈറ്റുള്ള ഒരാളാണ് ഞാൻ. എന്നിട്ടും ഇത്ര സീറ്റായിട്ട് കുറഞ്ഞിട്ട് പോലും ഞാൻ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിളാണ്. കാരണം ഫുട്ടൊക്കെ എന്ന് പറയുന്നത് കറക്റ്റ് ഒരു സെൻറ്റർ സെറ്റാണ്. സോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇരിക്കാനായിട്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റാൻഡില്ലേ അതെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കുറച്ച് അടിയിലോട്ടാണ്, ഈ എക്സോസ്റ്റിൻ്റെ അടിയിലാണ് ഈ ഒരു സാധനം ഇരിക്കുന്നത്. സോ ഇങ്ങനെ തട്ടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കിനി വണ്ടി കുറച്ചൊന്ന് ഓടിച്ചിട്ട് ബാക്കി സംസാരിക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ബൈക്ക്. അയ്യോ ഗ്ലൗസ്
മൊത്തത്തിൽ പണിയാണല്ലോ. യാ ഓക്കെ, ലെറ്റ്സ് മൂവ്. പണി നടക്കുന്ന റോഡാണ്, ഫുൾ പൊടിയും കാര്യങ്ങളുമാണ്. ഞാൻ ഇതിൻ്റെ ആ ഒരു ഇനീഷ്യൽ ടോർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ അതാണ് ലിറ്ററലി ആ ഒരു ചാട്ടം നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ലോ എൻഡിലും മിഡ് എൻഡിലും ഭയങ്കര കംഫർട്ടബിളാണ് ബൈക്ക്, ഭയങ്കര ട്രാക്റ്റബിളാണ്. ആ ടോർക്ക്, അതായത് 30 Nm ടോർക്ക് നമുക്ക് ലോവർ RPM തൊട്ട് തന്നെ കിട്ടി തുടങ്ങും. ഭയങ്കര രസമാണ് ആ ഒരു ടോർക്ക് ഫീൽ ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട്. പിന്നെ വൈബ്രേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വൈബ്രേഷനോ കാര്യങ്ങളൊന്നും തന്നെയില്ല. നമ്മൾ അത്യാവശ്യം റവ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് നമുക്ക് ഹാൻഡിൽ ബാറിൻ്റെ അവിടെ ഒരു ചെറിയൊരു ബസ് ഫീൽ ചെയ്യും. അല്ലാതെ വേറെ രീതിയിലുള്ള വൈബ്രേഷൻ പ്രോബ്ലമോ കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു ബൈക്കിൽ എനിക്ക് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ്. ആൻഡ് വേറൊരു കാര്യം, ഇതിൻ്റെ മീറ്റർ നെഗറ്റീവ് ഡിസ്പ്ലേ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ RPMൻ്റെ റീഡിങ് കാണാൻ പറ്റില്ല. ഭയങ്കര കുഞ്ഞായിട്ടാണ് RPM കാണിച്ചേക്കുന്നത്. സോ അത് റീഡ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് മീറ്ററിൻ്റെ സൈഡിൽ നിന്ന് തോന്നിയില്ല. കാണാൻ ഭയങ്കര ക്ലാസ് ലുക്കാണ്. മൊത്തത്തിൽ ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര രസമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ആൻഡ് റൈഡിങ് പോസ്റ്റർ ആണെങ്കിലും ഭയങ്കര കംഫർട്ടബിളാണ്. ഇതിലും കംഫർട്ടബിളായിട്ട് എനിക്കൊരു ബൈക്കിൽ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഹാൻഡിൽ ബാർസ് അത്യാവശ്യം വൈഡറാണ്. ഞാൻ പറഞ്ഞു, ഞാൻ നല്ല ഹൈറ്റ് ഉണ്ട്, ബൈക്കിന് ഭയങ്കര സീറ്റ് ഹൈറ്റ് കുറവാണ്. എന്നാലും ഐ ക്യാൻ പ്രോപ്പർലി സിറ്റ് ഓൺ ദിസ് മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് എനി പ്രോബ്ലം. ഒരു കുഴപ്പമില്ല എനിക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ആക്ച്വലി ആ ഒരു ബൈക്കിൻ്റെ പുള്ളിങ് എന്ന് പറയുന്നത്. ആൻഡ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ബ്രേക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 320 mm ആണ് ഫ്രണ്ടിൽ വരുന്ന ഡിസ്ക് സൈസ്. ബാക്കിൽ നമുക്ക് 240 mm ഡിസ്ക്കാണ് വരുന്നത്. ഡുവൽ ചാനൽ ABS സ്റ്റാൻഡേർഡായിട്ട് തന്നെ ഉണ്ട്. ആൻഡ് ബ്രേക്സും ഭയങ്കര അടിപൊളിയാണ്. അത്യാവശ്യത്തിന് നല്ല രീതിയിലുള്ള സ്റ്റോപ്പിംഗ് പവർ ഉണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ ഓടിച്ചത് ഇങ്ങനത്തെ റോഡ്സിൽ കൂടെയാണ്. കാരണം ഹൈവേ ഒന്നും എനിക്ക് അധികം കിട്ടിയില്ല. ആൻഡ് മോർ ഓവർ ഇതൊരു ഷോറൂം ടെസ്റ്റ് റൈഡ് ബൈക്കാണ്. നമുക്ക് ലോങ് ടേമിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ഈ വണ്ടി ലോങ് ഒക്കെ കൊണ്ടുപോയിട്ടുള്ള ടെസ്റ്റ് റൈഡ് ചെയ്യാം. സോ അപ്പോൾ അതൊക്കെയാണ്. ആൻഡ് റൈഡിങ് പോസ്റ്ററാണ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ഇങ്ങനെ ഇരുന്ന് ഓടിക്കുന്നത് ഭയങ്കര കംഫർട്ടബിളാണ്. യാതൊരു രീതിയിലുള്ള ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആൻഡ് മൈലേജിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഓൺ ആൻ ആവറേജ് നമുക്കൊരു 28 ഒക്കെ കിട്ടുമായിരിക്കണം. 28 to 30 ഒക്കെ ആണെന്ന് തോന്നുന്നു ആവറേജ് ഇതിൻ്റെ ഒരു മൈലേജ് കിട്ടുക. മൈലേജ് എനിക്കറിയില്ല പ്രോപ്പറായിട്ട് എത്രയാണെന്ന്. പിന്നെ സൗണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് സൗണ്ട് ഒരിടത്ത് നിർത്തിയിട്ട് കേൾപ്പിച്ച് തരാം. നമ്മളിങ്ങനെ ഒലിച്ചെടുക്കുന്ന സമയത്ത് കുറേ ചിറ്റലും പൊട്ടലും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അതും ഭയങ്കര രസമുണ്ട്. യെസ്, നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോവാം. സോ ആക്ച്വലി ഇതിൻ്റെ ചാസിയെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമുക്ക് ഡബിൾ ക്രാഡിൽ ചാസിയാണ് വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും STയുടെ റോഡ്സ്റ്ററിനും സെയിം ചാസിയാണുള്ളത്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള റൈറ്റ് ആംഗിളാണ്. ഒരു 26 ഡിഗ്രി എന്തോ ഉണ്ട് ഇതിൻ്റെ റൈറ്റ് ആംഗിൾ. ആൻഡ് ഇതിൻ്റെ സബ്ഫ്രെയിം ആക്ച്വലി ചേഞ്ച്ഡ് ആണ്. ഇതിനും നമ്മുടെ റോഡ്സ്റ്ററിനും വേറെ സബ്ഫ്രെയിമാണ് വരുന്നത്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം ചാസിയാണ് ഇതിനുള്ളത്. എഞ്ചിനും സെയിം ആണ്. ഞാൻ പറഞ്ഞു 350ക്കും റോഡ്സ്റ്ററിനും നമ്മുടെ പെറാക്കിനും ഒക്കെ വരുന്ന ഓൾമോസ്റ്റ് സെയിം എഞ്ചിനാണ് ഈ ഒരു ബൈക്കിനും ഉള്ളത്. പക്ഷേ 350 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പവറാണ്. പവറിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് ആ ടോർക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റും. റവ് മാച്ച് ചെയ്യുന്ന സമയത്ത് ഭയങ്കര രസമുണ്ട് ഇതിൻ്റെ സൗണ്ട് കേൾക്കാനായിട്ട്. ആ ഡുവൽ എക്സോസ്റ്റ് നിന്ന് സോ അഗെയിൻ വി ആർ ബാക്ക് ഓൺ ദ ഹൈവേ. പണി നടക്കുന്ന ഹൈവേ. ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല ഇതിനകത്ത്. ജസ്റ്റ് ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ABS മാത്രമേ ഉള്ളൂ. ആൻഡ് അങ്ങനത്തെ ബൈക്സാണ് ആക്ച്വലി കൂടുതലും ഈ റെട്രോയ്ക്ക് ചേരുക. അല്ലാതെ ഒരുപാട് റൈഡിങ് മോഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് ഓടിക്കാൻ പറ്റുന്ന ബൈക്കാണിത്. കൂടുതൽ പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല.
ഗ്രൗണ്ട് ക്ലിയറൻസ് പ്രോബ്ലം. ആൻഡ് വേറൊരു പ്രശ്നം എനിക്ക് ആക്ച്വലി ഈ ഒരു ബൈക്കിൽ ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ABS കുറച്ചുകൂടെ പെട്ടെന്ന് കിക്ക് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് മേ ബി ടയറിൻ്റെ പ്രോബ്ലം ആയിരിക്കാം. ടയറൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ആൻഡ് ടാങ്കിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് 12 ലിറ്റേഴ്സാണ് ടാങ്ക്. നമുക്ക് നോർമൽ 42 വെച്ച് നോക്കുമ്പോൾ പൊതുവേ ഒരു വലിയ ടാങ്കായിട്ടൊക്കെ തോന്നുന്നെങ്കിലും ആ ടാങ്കിൻ്റെ കപ്പാസിറ്റിക്ക് വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. നോർമൽ 12 ലിറ്റർ ടാങ്കാണ് വരുന്നത്. ഞാൻ പറഞ്ഞ ഒരു ഓൺ ആൻഡ് ആവറേജ് 28 to 30 കിലോമീറ്റർ മൈലേജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടാങ്ക് റേഞ്ച് കിട്ടും നമുക്ക് ഈ ഒരു ബൈക്കിൽ. ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. സോ അപ്പോൾ അതൊക്കെയാണ് മൊത്തത്തിൽ എനിക്ക് ഈ ഒരു ബൈക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു ഷോർട്ട് റിവ്യൂ ആയിരുന്നു. ഒരുപാട് ദൂരമൊന്നും നമുക്ക് ഓടിക്കാൻ പറ്റില്ല. ഞാൻ മാക്സിമം ഒരു 40-45 കിലോമീറ്റേഴ്സ് ഓടിച്ചിട്ടുള്ളൂ ഈ ഒരു ബൈക്ക്. അതും കൂടുതൽ ഞാൻ ഓടിച്ച് ഇങ്ങനത്തെ ഭയങ്കര മോശം വഴിയിലൂടെയാണ്. ആൻഡ് ഐ തിങ്ക് ദിസ് ഈസ് ദ ബെസ്റ്റ് റോഡ് ടു ടെസ്റ്റ് ദിസ് ബൈക്ക്. സോ ദിസ് ഈസ് ദ ബൈക്ക് ആക്ച്വലി. ആ ടോർക്കിൻ്റെ ഫീൽ ഒരു രക്ഷയില്ല. ഭയങ്കര രീതിയിൽ നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ഫീലുണ്ട് മൊത്തത്തിൽ. ആൻഡ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് കേൾപ്പിച്ച് തരാം. ഐ നോ യു ഗൈസ് ആർ വെയിറ്റിംഗ് ഫോർ ദ സൗണ്ട് ഒരു രക്ഷയില്ല. ഭയങ്കര രസമാണ്. മിറ്റിയോറിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹണ്ടറിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹണ്ടറിനെക്കാട്ടിലും വൺ ഓഫ് ദ ബെസ്റ്റ് സൗണ്ട് ഇതിനാണ്. ആൻഡ് ഐ നോ യു ഗൈസ് ആർ വെയിറ്റിംഗ് ഫോർ ദ സൗണ്ട്. ഞാൻ സൗണ്ട് കേൾപ്പിച്ച് തരാം ഈ ഒരു ബൈക്കിൻ്റെ. ഈ ഒരു വണ്ടി ഒന്ന് പൊക്കോട്ടെ കേട്ടോ. സോ ലെറ്റ്സ് ഹിയർ ദ സൗണ്ട് എന്തുമാത്രം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല, കാരണം എൻ്റെ ഹെൽമെറ്റിനകത്താണ് മൈക്ക് ഇരിക്കുന്നത്. എന്നാലും കേട്ടു നോക്കൂ. ദിസ് ഈസ് ദ സൗണ്ട് ആക്ച്വലി. ഭയങ്കര രസമുണ്ട്. ഹണ്ടറിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതാണ് ഏറ്റവും നന്നായിട്ട് സൗണ്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പേഴ്സണലി. പിലിയൻ കംഫർട്ടും ഭയങ്കര അടിപൊളിയാണെന്നാണ് തോന്നുന്നത്. കാരണം പിലിയൻ ഫുട്രസ് എന്ന് പറയുന്നത് ഭയങ്കര ഫോർവേഡ് സെറ്റാണ്. സോ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അറ്റൻഷൻ ടു ഡീറ്റെയിൽ. നിങ്ങൾക്ക് ഇതിൻ്റെ അലോയ് വീൽസ് നോക്കിക്കഴിഞ്ഞാൽ ഡയമണ്ട് കട്ട് അലോയാണ് വരുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഇവിടെ ജാവയുടെ ആ ഒരു ലോഗോ കാണും. അതൊക്കെ ഭയങ്കര രസമുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ട് ഡിസൈൻ ചെയ്തൊരു ബൈക്കാണ്. സോ ഇതാണ് എൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ബൈക്കിനെ കുറിച്ച്. റിവ്യൂ ആണോ എൻ്റെ ഒബ്സർവേഷനായിട്ട് നിങ്ങൾക്ക് കാണാം ഈ ഒരു വീഡിയോനെ. ഒരു ഷോർട്ട് റിവ്യൂ ആണ്. ഞാൻ പറഞ്ഞു കുറച്ച് ദൂരെ ഓടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വളരെ ക്വിക്കായിട്ട് എടുത്തൊരു റിവ്യൂ ആണ് ഈ ഒരു ബൈക്കിൻ്റെ. നമുക്കിവിടെ നിന്ന് ഈ ഒരു ബൈക്ക് ഒന്നുകൂടെ വലിച്ചെടുത്ത് നോക്കാം. ആ ഒരു ടോർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇതൊരു ഓപ്പൺ റോഡാണ്. അധികം വണ്ടിയൊന്നും വരാനില്ല. നമുക്കിവിടെ ഒരു റഫ്ലി ഒരു 150 മീറ്റർ സ്ട്രെയിറ്റ് റോഡുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഒന്നുകൂടെ എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വലിച്ചെടുത്ത് പോകാം. ആ വണ്ടി ഒന്ന് പാസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് കൈ കൊടുത്തെടുക്കാം. ട്രാക്ഷൻ കൺട്രോളൊന്നുമില്ല. അത്യാവശ്യം ചെറിയ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് കെയർഫുള്ളായിട്ട് ലോഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ തറയിൽ കിടക്കും. സോ that's Java 42 FJ for you. So this is my review. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ബൈക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, bye bye.